ഭാസ്കരൻ എന്നോട് കരടി വേഷം ഇട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ വേറെ ആരോ വന്നിരിക്കുന്നു. ചതിച്ചോ ദൈവമേ? ഇനി ഭാസ്കരനോ മറ്റോ ആണോ? എടാ, ചേടത്തി അനിയത്തിയും കൂടി ഒരുമിച്ച് വേണ്ട. പിന്നെ നിന്റെ തന്തക്കരടി ഉണ്ടല്ലോ, അതിനെ കണ്ടിട്ട് പേടിക്കാത്തവളാ ഞാൻ. പിന്നെ നീ എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടോ 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 കണ്ടോ, ചേച്ചിയുടെ അടുത്ത് ഈ വേലകളൊന്നും നടക്കത്തില്ല. അയ്യോ, എന്തൊരു ധൈര്യം! വലിയ സ്വാതന്ത്ര്യ ബുദ്ധിക്കാരിയാ. അയ്യോ, നാളെ വാസുവാണെന്ന് അറിയുമ്പോ ഒരു യുദ്ധമുണ്ട്. നമുക്ക് വലിഞ്ഞേള. ഓണക്കാലത്തെ കരടി വേഷം കെട്ടി തുള്ളിയാ 10 കാശുണ്ടാക്കാൻ വരാം. എനിക്ക് ഏറ്റവും പേടിയുള്ളത് എന്റെ അമ്മയായിരുന്നു. ആ അമ്മ എന്നെ മുറിക്കകത്തിട്ട് കൂട്ടിയിട്ട് ഞാൻ പുറത്തിയാടി സ്വന്തമായിട്ട് നടക്കുന്നു. ഇനി ആരും നിങ്ങൾ പേടിപ്പിച്ചാൽ പേടിച്ചുപോയോ? എന്തായ? ഓഹോ, കരടി വേഷം കെട്ടി എന്നെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചില്ലയോ? എന്റെ അമ്മക്കുട്ടി, എന്നെ ആ ഭാസ്കരൻ ചേട്ടൻ എന്നെ ചതിച്ചതാ. ഇനി ഞാനിത് ചെയ്യൂല. എന്തിനായിരുന്നു പറഞ്ഞ ബുദ്ധിയൊക്കെ? എനിക്കിഷ്ടം തോന്നിയാ ഞാൻ അവനോട് ഇറങ്ങി പോകുന്ന പ്രകൃതക്കാരിയാണെന്ന് അറിയാമോ? എന്നോട് ക്ഷമിക്ക എന്റെ അമ്മക്കുട്ടി. എന്റെ പൊന്ന അമ്മക്കുട്ടിക്ക് എന്തോ വേണം? അമ്പിളിയമ്മോനോട് ഞാൻ പിടിച്ചോണ്ട് വരാം. എനിക്ക് അമ്പിളിയും വേണ്ട, കുമ്പിളിയും വേണ്ട. പിന്നെ എനിക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം. അയ്യോ, എന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കാണാമായിരുന്നു. ആ കരടി എന്നെ പിടിച്ച് നിന്നോണ്ട് പോയേനെ. ആ എങ്കിൽ ആ കരടിയുടെ വയറ് കീറി നിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ.